എപ്പോഴെങ്കിലും ഈ യൂട്യൂബും സ്ട്രീമിംഗും ഒക്കെ എപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ഇല്ലാണ്ടായി പോയാൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ആം, ലൈക്ക് വേറെ എന്ത് ചെയ്യും? ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം ഇപ്പം ഇൻസ്റ്റഗ്രാമും ലൈക്ക് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ പെട്ടെന്ന് ഇപ്പം ടിക്ടോക്ക് ഒക്കെ പെട്ടെന്ന് ബാനായി പോയതാണല്ലോ. അതുപോലെ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യാന്ന് എന്തായാലും എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ജോലിക്ക് ഞാൻ എന്തായാലും പോകില്ല. പോയില്ല. ബിസിനസ് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനേ ഞാൻ നോക്കും. കാരണം ലോകത്തുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ അത്രയും ജോലികൾ ചെയ്ത് ഏറ്റവും താഴെയുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും മുകളിലുള്ള ലെവലിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുക ഇത് തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് നമ്മളെ സമാധാനത്തിൻ്റെ പോട്ടെ, അല്ല ഫൈനാൻഷ്യലി പോട്ടെ, നമുക്ക് എന്ത് സമാധാനം അതിൽ നിന്ന് കിട്ടാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. ആ സമയത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത്രയും എന്താ പറയുക. അതൊന്നും ഞാൻ ഒരിക്കലും ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിച്ചു പോലെ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഇപ്പം ഇതുവരെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ആയിട്ടല്ലേ ഞാൻ മുന്നോട്ട് പോകും. എന്നാലും ജോലി ചെയ്തിട്ട് ആരും പൈസക്കാരനായിട്ടില്ല, ആവൂല. അത് ഞാൻ ഉറപ്പ് തരാം. ജോലി ചെയ്താൽ ആരും പൈസക്കാരനാവില്ല, അത് ഉറപ്പാ. ഓക്കെ, അപ്പം തുപ്പിക്ക് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 25, 26. 26. ഈ 26 വയസ്സിൽ ഒരുപാട് ലൈക്ക് ലൈഫിൽ ഒരുപാട് ഉയർച്ചകളും വീഴ്ചകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഏറ്റവും കൂടുതൽ തുപ്പി ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താ ഒരു ഫേസിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാലം ലൈക്ക് ഈ ഒരു ടൈം ആണെങ്കിൽ ഒരിക്കലും ലൈഫിൽ തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള സമയമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദിവസം തീരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ദിവസം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ദിവസം ഏതായിരിക്കും? അങ്ങനത്തെ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാ ഫസ്റ്റ് ലവിൻ്റെ സമയത്ത് ആ ടൈം തന്നെയായിരുന്നു ലൈഫ് അങ്ങനെ തീരരുതെന്ന് ചിന്തിച്ച ടൈം. ആദ്യമായിട്ട് ഇതെന്താന്ന് അറിഞ്ഞ സമയം. ഈ പ്രണയം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അത്രയും കാലം ഉള്ളിലിരുന്ന് തീർന്നു, അങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ആ ഒരു ഇതൊന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ലോകത്ത് സംഭവങ്ങളുണ്ട്, അയ്യോ, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നപ്പം ഒരിക്കലും ഈ ദിവസം തീരല്ലേ, അല്ലെങ്കിൽ ഈ ലൈഫ് ഒരിക്കലും തീരല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ലൈഫ് മുന്നോട്ടേക്ക് പോയപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ ലൈക്ക് ഒറ്റപ്പെട്ട ഒരു ലൈഫിൽ പെട്ടെന്ന് ഒരാൾ വന്നു, ലൈക്ക് കുറേ നല്ല നല്ല മെമ്മറീസ് ഒക്കെ തന്നു, പെട്ടെന്ന് ആള് ലൈഫിൽ നിന്ന് പോയി. അപ്പോൾ ആ ഒരു ലൈക്ക് തുപ്പിയുടെ ആ ഒരു ലൈഫ് പിന്നെ എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ ബ്രേക്കപ്പ് എന്നെല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ അങ്ങനത്തെ സാധനം എനിക്കില്ല, മനസ്സിലായി. എനിക്കിപ്പം അങ്ങനത്തെ വിഷമങ്ങളോ ഇതോ അങ്ങനത്തെ ഡിപ്രഷൻ അങ്ങനത്തെ സാധനങ്ങളില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വലിയ വലിയ കാര്യങ്ങളിൽ ഡിപ്രഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, മനസ്സിലാവും. അപ്പം ഏരിയ അങ്ങോട്ട് എന്ത് വലിയ ഇത് വന്നാലും എനിക്ക് പ്രശ്നമല്ല, മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാ ഇടങ്ങാറുകളും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എനിക്കങ്ങനെ അങ്ങനെ അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇനി ഒരിക്കലും അത്ര വലിയ ഹാർട്ട് ബ്രേക്സ് എനിക്ക് വന്നാലും എനിക്ക് ഒരിക്കലും അത് എന്നെ ബാധിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. തൊപ്പിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറാണ് സായി പോപ്പി. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടൊക്കെ എങ്ങനെയാണ്? സായി പോപ്പി മാത്രമല്ല, സായി പോപ്പിൻ്റെ കാര്യം പറയുമ്പം ഈഗിൾ ഗെയിമിങ്ങിൻ്റെ കാര്യം കൂടി പറയണം. ഇവർ സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് പ്രോപ്പർ ഗെയിമേഴ്സ് എന്ന് പറയേണ്ടത്. ഞാൻ ഗെയിമർ കം സ്ട്രീമർ കം എൻ്റർടൈനർ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി എന്നെ പിടിക്കാൻ പറ്റും. പ്രോപ്പർ ഗെയിമർ എന്ന് പറഞ്ഞാൽ സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഇവരെന്നെല്ലാം പറഞ്ഞാൽ ഗെയിമിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിം മാത്രം കളിച്ചിട്ട് ഇത്രയും റീച്ച് ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ പല കോമാളിത്തരങ്ങളും പല ഡാൻസ് കളി, പാട്ടുപാടൽ, മറ്റേ പുറത്ത് പോക്ക്, അയ്യാറിൽ അത് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കും, അങ്ങനെയാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഗെയിം മാത്രം കളിച്ചിട്ട് സ്കില്ല് വെച്ച് ആൾക്കാരെ കൂട്ടിയ രണ്ട് ആൾക്കാരാണ് ഗെയിമേഴ്സ്. പിന്നെ വേറെ കുറേ ഗെയിമേഴ്സ് ഉണ്ട്, വളരെ കുറവാണല്ലേ ഗെയിമേഴ്സ്, വളരെ കുറവാണല്ലേ. ഞാനെപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, മീൻസ് ഇപ്പോൾ ഒരു സിംഗറിനെക്കാളും അല്ലെങ്കിൽ ഒരു ആക്ടറിനെക്കാളും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും? എത്രയാണ് അൺലിമിറ്റഡാ. ഇത് എത്രത്തോളം നമുക്ക് ആൾക്കാരെ കൂട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം ടൈം എത്രത്തോളം ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റവന്യൂ ഉണ്ടാക്കാം. വാച്ച് അവേഴ്സ് ഒന്നും മാറ്റർ അല്ല, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വാച്ച് ഹവേഴ്സ് മാറ്ററാണ്. അതെല്ലാം ഓരോ കോൺട്രാക്ട് പോലെയാണ്. അപ്പം ഞാൻ
ആലോചിക്കുന്നത് ഇത്രയും ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇത്രയും സ്കോപ്പുള്ള ഒരു പരിപാടിക്ക് എനിക്ക് തന്നെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തന്നെ തോന്നുന്നു ഇത് എന്തുകൊണ്ട് ഇതിൽ കോമ്പറ്റീഷൻ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ 2-3 ആൾക്കാരെ ഈ സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 2-3 ആൾക്കാരേ ഉള്ളൂ. ഇപ്പം സിംഗിങ് എന്ന് പറഞ്ഞ മേഖലയാണെങ്കിൽ ഒരു 1000 ആൾക്കാർ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കുറേ ആൾക്കാരുണ്ട്. കാരണം അതിൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ട്, പലർക്കും റീച്ച് ഉണ്ട്, പലർക്കും റീച്ച് ഇല്ല, അങ്ങനെയല്ലേ. ഇപ്പോൾ ആക്ടേഴ്സ് ആയാലും വേറെ ഏത് മേഖലയിലായാലും കുറേ ആൾക്കാരുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഗെയിമേഴ്സ് അല്ലെങ്കിൽ സ്ട്രീമേഴ്സ് എന്ന് പറയുമ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിനെക്കാളും അല്ലെങ്കിൽ സിംഗേഴ്സിനെക്കാളും ആക്ടേഴ്സിനെക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡായത്. എന്നിട്ടും എന്തുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സാധാരണ ഒരു കാര്യത്തിൽ ഒരു മേഖലയിൽ സ്കോപ്പ് കൂടുമ്പോൾ അതിൽ ആൾക്കാരും കൂടുമല്ലോ, ചെയ്യുന്ന ആൾക്കാർ കൂടുമല്ലോ. അപ്പോൾ സ്ട്രീമേഴ്സ് ലിറ്ററലി 3-4-5 ആൾക്കാരോ. ഈ ഇപ്പം നീ എന്നിപ്പം എന്നോട് ചോദിച്ചത് സായി പോപ്പിൻ്റെ കാര്യം മാത്രമാണ്. സായി പോപ്പി പിന്നെ ഈഗിൾ ഗെയിമിങ് ഇങ്ങനെ 2-3 ആൾക്കാരേ ഉള്ളൂ. അപ്പം സായിപ്പിൻ്റെ എല്ലാം കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് നിനക്ക് അറിയുന്ന ഗെയിമേഴ്സ് ആരൊക്കെയാണ്? തൊപ്പി, സായി പോപ്പി, ഈഗിൾ ഗെയിമിങ്, ഹിപ്സ്റ്ററിനെ പണ്ടറിയാം. ഹിപ്സ്റ്റർ പക്ഷെ ഇപ്പം ഇതായില്ലേ. അപ്പം ഞാൻ പറയട്ടെ, ഈ ഈഗിൾ, സായിപ്പ്, തൊപ്പി, നമ്മൾ 3 ആൾക്കും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം കേരളത്തിൽ ഇപ്പം നിനക്ക് അറിയുന്ന 3 ഗെയിമേഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 3 ആൾക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്താ അറിയാം? നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥലത്ത് നിന്നാണ്. MRG. ഇതിൽ നിന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് എന്താ പറയാ, പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? സ്ക്വാഡ് അറിയില്ലേ? അല്ലല്ല, ഗെയിമിൽ സ്ക്വാഡ് ഉണ്ടാവും, 4 ആൾക്കാർന്ന് ഒരുമിച്ച് കളിക്കാൻ പറ്റും. 4 പേര്. അപ്പോൾ പണ്ട് എന്ന് വെച്ചാൽ അതായത് MRG തൊപ്പി, MRG ഈഗിള്, MRG സായിപ്പ്, പിന്നെ MRGയിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരു സ്ക്വാഡായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴൊന്നും നമ്മൾ ആരും വിചാരിക്കുന്നില്ല നമ്മൾ ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പോകുന്നത് ഈ ഇങ്ങനൊരു മൊബൈലിലൊരു ഗെയിം കളിച്ചിരിക്കുന്ന 3 പിള്ളേരാണ് നമ്മളൊരിക്കലും ഈ ഒരു ഇതിലേക്ക് വരുമെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. പിന്നെ വെച്ചാൽ ഇപ്പം MRGയിൽ ബാക്കി നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. സായിപ്പ് ഇടയ്ക്ക് വെച്ച് MRGയിൽ നിന്ന് ഇറങ്ങി വേറെ ഇതിലേക്ക് പോയി, എനിക്ക് മറന്നുപോയി. ഈഗിൾ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി, ഈഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്, അതിലേക്ക് പോയി. അപ്പം MRGയിൽ ബാക്കി നിന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇപ്പം MRGയിൽ ബാക്കിയുള്ളൂ. പിന്നെ തൊപ്പി എന്തുകൊണ്ടാണ് MRGയിൽ നിന്ന് ഇറങ്ങാത്തത്? ഞാൻ MRGയിൽ നിന്ന് ഇറങ്ങാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ, അതായത് ഒന്നും ഇല്ലാത്തപ്പം എന്നെ എടുത്ത് വളർത്തിയ ഒരു ടീമായിട്ടാണ് ഞാൻ MRGനെ കാണുന്നത്. മനസ്സിലായി? അതെനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഞാൻ MRGനെ കാണുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ടും എത്ര കാലം കഴിഞ്ഞാലും, എത്ര വർഷം കഴിഞ്ഞാലും MRGയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇറങ്ങൂല, അത് ഉറപ്പായത്. ഇപ്പം എത്ര വലിയ ക്ലാൻ എന്നെ വിളിച്ചാലും അല്ലെങ്കിൽ എത്ര വലിയ മീൻസ് ഞാൻ ഈ ഗെയിം കളിക്കാൻ മാത്രമായിട്ട് വേറെ പല ക്ലാനുകളുടെ ഒന്നിച്ചല്ല ഞാൻ കളിക്കണില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ MRG എന്ന് പറഞ്ഞ സാധനം ഞാൻ ലെഫ്റ്റ് അടിക്കൂല ഒരിക്കലും.